സമസ്തയിലെ തർക്കം ഇടതുപക്ഷത്തേക്ക് വരാനുള്ളവരുടെ അരങ്ങൊരുക്കലാണോ? അത്തരമൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നം എന്നതിനപ്പുറം അതീവ ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നം തന്നെയാണ് ഇപ്പോഴത്തെ ഈ സമസ്തയിലെ തർക്കം മുന്നോട്ട് വെക്കുന്നത്. പ്രശ്നം വളരെ ലളിതമാണ്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സ്വയം ഖാസിയായി പ്രഖ്യാപിക്കുന്നു. അത് മാത്രമല്ല, പാണക്കാട് ആസ്ഥാനമായി ഖാസി ഫൗണ്ടേഷൻ പ്രഖ്യാപിക്കുന്നു. അതോടെ രാഷ്ട്രീയ അധികാരം ലക്ഷ്യമിടുന്ന ഒരു സംഘടനയുടെ അധ്യക്ഷൻ മതവിധി പുറപ്പെടുവിക്കുന്ന ആളാവുകയാണ്. ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭൂരിപക്ഷ വർഗീയത രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതാണ്. അതിനെ ചെറുക്കാനുള്ള സാഹചര്യം തന്നെ ഇല്ലാതാക്കുകയാണ് സാദിഖ് അലി തങ്ങൾ ഖാസി തലപ്പത്തെത്തുന്നതിലൂടെ എന്നതാണ് വിമർശനം. 99 വർഷം മുൻപ് സമസ്ത രൂപീകരണത്തിന് സാഹചര്യം ഒരുങ്ങിയത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്നായിരുന്നു. മലബാർ കലാപത്തെ തുടർന്ന് ഒളിവിലായിരുന്ന KM മൗലവി, വക്കം മൗലവിയെയും TK മുഹമ്മദ് മൗലവിയെയും കൂട്ടിച്ചേർത്ത് ആരംഭിച്ചപ്പോഴാണ് പണ്ഡിത നേതൃത്വം ഒന്നിക്കുന്നത്. മതപരമായ വിഷയങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വം തീർപ്പു കൽപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് 1926 ജൂൺ മാസം 26-ന് കോഴിക്കോട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. ഏതാണ്ട് 100 വർഷം പൂർത്തിയാകുമ്പോൾ സമസ്ത ഉയർത്തുന്നത് കേവല ഇടതുപക്ഷ ആഭിമുഖ്യത്തിന്റെ പ്രശ്നമല്ല, രാഷ്ട്രീയ നേതൃത്വം തന്നെ മതവിധി പുറപ്പെടുവിക്കുന്നതിലെ അപകടമാണ്. സ്പോട്ട്ലൈറ്റ്സ് ആരംഭിക്കുന്നു. വലിയ ഖാസിയാകുന്നു മുസ്ലിം ലീഗ് അധ്യക്ഷൻ. ഉമർ ഫൈസി മുക്കം സാദിഖ് അലി തങ്ങളെ പ്രത്യക്ഷമായി വിമർശിച്ചത് ഖാസിയാകാൻ എന്താണ് യോഗ്യത എന്ന ചോദ്യത്തോടെയാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈജിപ്തിലെ അൽ അസർ സർവകലാശാലയിൽ നിന്നും ഇസ്ലാമിക മതബോധത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ്. ഹൈദരലി തങ്ങൾ ജാമിയ അനുരിയയിൽ നിന്ന് ഫൈസി ബിരുദവും നേടി. ഈ വഴിക്കുള്ള ഒരു പഠനവും നടത്താത്തയാളാണ് സാദിഖ് അലി തങ്ങൾ എന്നതാണ് വിമർശനം. മതബോധത്തിന് സർവകലാശാലകൾ വേണമെന്നില്ല, സ്വന്തം നിലയ്ക്ക് പഠിച്ചാലും മതി. മതപരമായ ചിട്ടകൾ അറിയാമെന്നും വഴങ്ങുമെന്നും വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക എന്നതു മാത്രമാണ് യോഗ്യത. അതുകൊണ്ട് സാദിഖ് അലി തങ്ങൾ ഖാസിയാകുന്നത് മഹല്ലിന്റെ ആഭ്യന്തര തീരുമാനം മാത്രമാണ്, പുറമേ നിന്നുള്ളവർക്ക് ഒരു പങ്കുമില്ല. ഇനി ഉമർ ഫൈസി മുക്കത്തിലേക്ക് വന്നാൽ സമസ്തയിൽ രണ്ടാമത്തെയാളാണ് ജിഫ്രി തങ്ങൾ. കഴിഞ്ഞാൽ അധികാര ശ്രേണിയിൽ ഉമർ ഫൈസിയാണ്. ആ ഉമർ ഫൈസിയുടെ നിലപാടുകളെല്ലാം ജിഫ്രി തങ്ങളുടെ അനുമതിയോടെ എന്നാണ് പൊതുവെയുള്ള സങ്കല്പം. ജിഫ്രി തങ്ങളും ഉമർ ഫൈസിയും ഒരു നിലപാട് സ്വീകരിച്ചാൽ സമസ്ത ഒറ്റക്കെട്ടായി നിലപാട് പ്രഖ്യാപിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അരിമ്പ്ര മനങ്ങറ്റ ജുമാ മസ്ജിദ് ഖാസിയായാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചുമതലയേറ്റത്. ആ ചുമതല ഏറ്റെടുക്കലിലുമുണ്ട് ചില വിമർശനങ്ങൾ. അരിമ്പ്ര ഖാസിയായിരുന്ന ഉമർ അലി ശിഹാബ് തങ്ങൾ 2008-ൽ അന്തരിച്ചതാണ്. അതിനുശേഷം നവംബർ 1 വരെ 16 വർഷമായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ആറ്റക്കോയത്തങ്ങളും പൂക്കോയത്തങ്ങളും കടന്ന് ഉമർ അലി തങ്ങൾ അരിമ്പ്ര ഖാസിയാകുമ്പോൾ അതിനെ മുഹമ്മദ് നബിയിൽ നിന്നുള്ള 40-ാം തലമുറ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോ സാദിഖ് അലി തങ്ങൾ 41-ാം തലമുറയാണ്. ഉമർ അലി തങ്ങളുടെ വേർപാടിനു ശേഷം ഒഴിഞ്ഞുകിടന്ന കസേരയിലേക്ക് സാദിഖ് അലി തങ്ങൾ കടന്നു വന്നതിനെയാണ് എന്ത് യോഗ്യത എന്ന ചോദ്യവുമായി ഉമർ ഫൈസി മുക്കം നേരിടുന്നത്. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന CIC-യുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഹക്കീം ഫൈസി ആദ്യശ്ശേരിയെ നീക്കിയത് സമസ്തയുടെ കർശന നിലപാടിനെ തുടർന്നായിരുന്നു. സമസ്ത അച്ചടക്ക നടപടിയെടുത്തയാളെ CIC അധ്യക്ഷനായി തുടരാൻ അനുവദിച്ചത് പരസ്യ വാഗ്വാദങ്ങൾക്കും കാരണമായി. ഒടുവിൽ പാണക്കാട് തങ്ങൾ ഹക്കീം ഫൈസിയെ വിളിച്ചു വരുത്തി രാജി ആവശ്യപ്പെട്ടു. ആ രാത്രി തന്നെ ഹക്കീം ഫൈസി രാജിവെക്കുകയും ചെയ്തു. ഇവിടെ അവസാനിക്കേണ്ടതായിരുന്നു ആ വിവാദങ്ങൾ. എന്നാൽ സെപ്റ്റംബറിൽ ചേർന്ന CIC യോഗം വീണ്ടും ജനറൽ സെക്രട്ടറിയായി ഹക്കീം ഫൈസി ആദ്യശ്ശേരിയെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങളും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിന് മുഖത്ത് കിട്ടിയ അടിയായിരുന്നു ആദ്യശ്ശേരിയുടെ ആ പുനർനിയമനം. അതും പാണക്കാട് തങ്ങൾക്കൊപ്പം അധികാര കേന്ദ്രത്തിൽ 2 വർഷത്തേക്കാണ് നിയമനം. ഇതിന് പിന്നാലെയാണ് 16 വർഷമായി ഒഴിഞ്ഞുകിടന്ന അരിമ്പ്ര മനങ്ങറ്റ ജുമാ മസ്ജിദിൽ ഖാസിയായി സാദിഖ് അലി തങ്ങൾ ചുമതലയേറ്റത്. ശേഷം പ്രകോപനങ്ങളുടെ നീണ്ട നിര ആരംഭിക്കുകയായിരുന്നു. ആദ്യം ഉമർ ഫൈസിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വരുന്നു. ഇതോടെ ഉമർ ഫൈസിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് സമസ്തയിലെ 10 ഇസ്ലാമിക പണ്ഡിതർ സംയുക്ത പ്രസ്താവന ഇറക്കുന്നു. അതിനുള്ള മറുപടിയായി യൂത്ത് ലീഗ് നേതാവ് ഉമർ ഫൈസിക്കെതിരെ പോലീസിൽ പരാതി നൽകുന്നു. ആ പരാതി ശ്രദ്ധേയവുമായിരുന്നു.
മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്നാണ് പോലീസിനോട് പരാതിയിൽ ആവശ്യപ്പെട്ടത്. മതങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പോലീസിനോ കോടതികൾക്കോ ഇടപെടാൻ കഴിയില്ല. അത്തരം പരാതികൾ നൽകേണ്ടത് ആത്മീയ നേതൃത്വത്തിനാണ്. എന്നാൽ പോലീസിന് പരാതി നൽകിയതിലൂടെ മത നേതൃത്വത്തെ വിചാരണയ്ക്കെറിഞ്ഞുകൊടുത്തു എന്നാണ് വിമർശനം. അപ്പോഴും വിമർശനത്തിൽ മിതത്വം പാലിച്ച സമസ്തയെയാണ് കണ്ടത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ പേരെടുത്ത് വിമർശിച്ച നേതാക്കൾ പാണക്കാട് സാദിഖലി തങ്ങളെ പരിധിക്കപ്പുറം തള്ളിപ്പറയുന്നില്ല. ഉമർ ഫൈസി മുക്കം പോലും പേര് പറയാതെയാണ് സാദിഖലി തങ്ങളെ വിമർശിച്ചത്. എല്ലാ വിവാദങ്ങളുടെയും കേന്ദ്ര ബിന്ദു സാദിഖലി തങ്ങളാണെങ്കിലും വിമർശനമുന തിരിച്ചു വച്ചിരിക്കുന്നത് PMA സലാമിന് നേരെയാണ്. ആരൊക്കെയാണ് സമസ്തയിൽ നിന്നും പരസ്യ വിമർശനവുമായി എത്തുന്നത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ആത്മീയ നേതൃത്വത്തിലെ അംഗീകരിക്കപ്പെട്ട വാക്കോട് ഫൈസി, ഒളവണ്ണ അബൂബക്കർ ദാരിമി, അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബാഖവി വടക്കേക്കാട്, IB ഉസ്മാൻ ഫൈസി, ബംബ്രാണ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ആലമ്പാട് അബ്ദുൽ സലാം ദാരിമി, ഉസ്മാനുൽ ഫൈസി, നെല്ലായ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ എന്നിവരാണ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നത്. 100 വർഷത്തോടടുക്കുന്ന സമസ്തയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പിളർപ്പുണ്ടായത് ഏറെ വിദൂരമായ കാലത്തല്ല. 1989 കാന്തപുരം വിഭാഗം വേറൊരു സംഘടന രൂപീകരിച്ച് പുറത്തുപോയി. അന്നു മുതൽ ആത്മീയ നേതൃത്വം തീർത്തും ഭിന്നമായ 2 വിഭാഗമായി. ആസ്തിയിൽ സമസ്തയ്ക്കൊപ്പമോ ഒരുപടി മുന്നിലോ കാന്തപുരം വിഭാഗം എത്തുന്നതും കേരളം കണ്ടതാണ്. കാന്തപുരത്തിന്റെ സർവകലാശാലയിൽ രാജ്യമെങ്ങു നിന്നും വിദ്യാർത്ഥികൾ എത്തുന്നു. കാന്തപുരം രാഷ്ട്രീയമായി ഏറെക്കാലവും ഇടതുപക്ഷത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. ബോഡി വേസ്റ്റ് പ്രസംഗത്തിലൂടെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് തള്ളിപ്പറഞ്ഞതെങ്കിലും കാന്തപുരം പിന്നീട് പിണറായി പക്ഷത്തേക്കെത്തി. ഇപ്പോഴത്തെ സമസ്തയുടെ ഭിന്നിപ്പിന് പിന്നിൽ ഇടതാഭിമുഖ്യമാണ് എന്ന് തീർത്തും പറയാൻ കഴിയില്ല. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇടതുപക്ഷത്തേക്ക് പൂർണ്ണമായും പോകാമെങ്കിലും സമസ്ത എന്ന ആത്മീയ നേതൃത്വത്തിന് അത് സാധിക്കില്ല. ഇപ്പോഴത്തെ വിമർശനത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്താലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഇപ്പോഴും ശക്തമായ സാന്നിധ്യമാണ്. കേരള കോൺഗ്രസ് M കൂടി UDFിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായാൽ സംഘി ത്രിസംഘി വിരുദ്ധരായ മുസ്ലിം ജനസാമാന്യം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ P സരിന് വോട്ട് കൂടിയത് ഈ സാഹചര്യത്തിലാണ് സമസ്ത നേതൃത്വം വിലയിരുത്തുന്നത്. 3ാം തവണ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ മുസ്ലിം ലീഗ് എന്ന സംഘടനയിൽ പൊട്ടിത്തെറിയുണ്ടാകും. അതാണ് സമസ്ത ഇപ്പോൾ ഉയർത്തുന്ന പ്രശ്നവും. ഖാസി ഫൗണ്ടേഷൻ രൂപീകരിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിന് പുറമെ ആത്മീയ നേതൃത്വം കൂടി ഏറ്റെടുക്കുന്ന പാണക്കാട് തങ്ങൾ വിമർശിക്കപ്പെടുന്നതും അതുകൊണ്ടാണ്. നിങ്ങൾ രാഷ്ട്രീയ അധികാരം പിടിക്കൂ, മതം ഞങ്ങൾ നോക്കാമെന്നാണ് സമസ്ത പറയുന്നത്. മതവിധികൾ പുറപ്പെടുവിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ആദ്യം ഭീഷണിയാകുന്നത് ആത്മീയതയ്ക്ക് തന്നെയാണ്, പിന്നെ സ്വന്തം സമുദായത്തിനും. വളരെ വേഗം പരിഹരിക്കാവുന്നതല്ല മുസ്ലിം ലീഗിലെയും സമസ്തയിലെയും ഈ ആത്മീയ രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് മാത്രം ഓർമ്മിപ്പിച്ച് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.